ഹലോ എവ്രി വൺ, എല്ലാവർക്കും മൊബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും കിഴങ്ങും റവയും വെച്ചിട്ട്. എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാവേ. ഞാനിവിടെ ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നതാണ്. പിന്നെ പൊട്ടറ്റോ വേവിച്ചുടച്ചതും, അര കപ്പ് റവയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടെ വേണേ. ഒരു ടീസ്പൂണുണ്ട് ഈ കോൺഫ്ലവർ. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ അര കപ്പ് റവയ്ക്ക് എൻ്റെ കയ്യിൽ എടുത്ത ഇതിൽ ഞാൻ ഒരു 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇത് കാണുമ്പോൾ ചിലർ ചോദിക്കുമായിരിക്കും, ഇത് ഉപ്പുമാവല്ലേ എന്ന്. പക്ഷേ ഉപ്പുമാവൊന്നുമല്ല. ശരിക്കും നമ്മൾ അതുപോലെ തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് റവ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കേസരി ഇല്ലേ, കേസരി കുറച്ചുകൂടെ ഉപ്പുമാവ് പോലല്ലല്ലോ. കേസരി കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് കുറച്ച് കുറുകിയ പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം. അപ്പം വെള്ളം ചെറുതായിട്ട് ബബിൾസ് ഇങ്ങനെ വരാൻ, അടിയിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വരത്തില്ലേ, അങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കിനും ഞാൻ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇട്ടു. എന്നിട്ട് തിളച്ച് തുടങ്ങിയപ്പം പാകത്തിനാവശ്യമായ ഉപ്പും ചേർത്തു. നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മുടെ റവ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ റവ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തീ നമ്മൾ സിമ്മിൽ വെക്കണം. ഇല്ലെങ്കിൽ പെട്ടെന്ന് കയറിങ്ങ് കുറുകും, റവയിട്ട് വേഗത്തുമില്ല. അപ്പം വേകാൻ വേണ്ടി നമ്മളത് നല്ല സിമ്മിലിട്ട് വെച്ച് കൈ എടുക്കാതെ പതിയെ ഇളക്കി നന്നായിട്ട് ഇളക്കി വേകുന്നത് വരെ, വെന്ത് കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കണം. റവയായത് കാരണം ചെറുതായിട്ടൊക്കെ കട്ടയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ കട്ടയൊക്കെ പതിയെ സ്പൂണ് വെച്ച് ഉടച്ച് കൊടുത്ത് നല്ല രീതിയിൽ വെന്ത്, നമ്മൾ അലുവ ഒക്കെ എടുക്കത്തില്ലേ, അതായത് പാനിയിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകമെന്ന് പറയാം അല്ലേ, ആ ഒരു പാകം വരെ നമ്മളിത് കുക്ക് ചെയ്യണം. അങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്ത് ഇത് ഒരു നല്ല കുറുകി വരുന്ന പാകത്തിൽ ഇത് കണ്ടോ, ഇപ്പോൾ പാനിൽ നിന്ന് വരുന്നത് കണ്ടോ, ഇങ്ങനെ ഇത്രയ്ക്ക് കുഴഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങി കുറച്ച് തണുക്കാൻ വെക്കണം. കണ്ടമാനം തണുക്കണ്ട, എന്നാലും അത്യാവശ്യം തണുക്കാൻ വെക്കണം. കാരണം തണുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഈ രീതിയിൽ കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, ഞാനിവിടെ ഈ അര കപ്പ് റവയ്ക്കൊരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള 2 പൊട്ടറ്റോ എടുത്തത്. ഇത് നമ്മൾ ഈ റവയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കുക. അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് യോജിക്കണം, എല്ലായിടത്തും എത്തുന്നത് പോലെ നമ്മൾ യോജിപ്പിക്കുക. പിന്നെ ആദ്യ ഇൻഗ്രീഡിയൻസിൽ ഞാൻ കാണിക്കാൻ മറന്നുപോയൊരു സാധനമാണ് ഇത്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഒരു ടേസ്റ്റൊക്കെ വരണ്ടേ. ഇനി നിങ്ങൾക്ക് ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാഞ്ഞ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പക്ഷേ ചില്ലി ഫ്ലേക്സ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ വെള്ളം നമ്മൾ റവയ്ക്ക് തിളപ്പിക്കത്തില്ലേ, ആ സ്റ്റേജിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറ്റുന്നത് പോലെ എനിക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് എടുക്കാം. ഞാനിത് നന്നായിട്ട് ഉരുട്ടി ചെറിയ ചെറിയ സ്റ്റിക്സ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി നമ്മളിത് കട്ട് ചെയ്തെല്ലാം വെച്ചിട്ട് ഒരു അടുപ്പത്ത് ചട്ടി വെച്ച് അത് നല്ല ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കും. ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. അപ്പം ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ എണ്ണ ഒഴിക്കാവുള്ളൂ. ഞാൻ ചട്ടി അധികം ചൂടാകാതെയാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ചട്ടി ചൂടായി വരുന്നത് കാണാം അല്ലേ. ചട്ടി പതിയെ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റിക്സ് ഓരോന്നായിട്ട് ഇടുക. ഇട്ട് നന്നായിട്ട് തിള വരും. നല്ല എണ്ണ വെട്ടിത്തിളയ്ക്കും. എണ്ണ നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ ഇത് നമ്മളിട്ട് കഴിഞ്ഞ് വെട്ടിത്തിള വന്ന് തുടങ്ങുന്നത് വരെ നമ്മൾ ഒരു കാരണവശാലും സ്പൂണോ തവിയോ വെച്ച് ഇളക്കാൻ പാടില്ല. കാരണം ഒടിഞ്ഞു പോകും. പൊട്ടിപ്പോയാൽ എണ്ണ മൊത്തം ഇത് സ്പ്രെഡാകും. അപ്പോൾ അതുകൊണ്ട് അടിവശം, നമ്മളിട്ട വശം നല്ല അത്യാവശ്യം ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ തവിയിട്ട് ഇളക്കല്ല.
അതിനുശേഷം മാത്രമേ തവി കൊണ്ട് തിരിച്ചിടാൻ പാടുള്ളൂ. അങ്ങനെ തിരിച്ചിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പിയായി ഇത്. പക്ഷേ കുറച്ച് സമയമെടുക്കും നമുക്കിതൊന്ന് ഉണ്ടായി വരാൻ. കാരണം വറക്കുന്ന സമയം നമുക്ക് അത്യാവശ്യം ക്ഷമ വേണം. പെട്ടെന്ന് നമ്മൾ വറുത്തെടുക്കുന്ന രീതിയിൽ പറ്റില്ല. ഇത് അത്രയ്ക്ക് ക്രിസ്പി ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് വേണം ചെയ്യാൻ, ക്ഷമ വേണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.